Hello KTC members, here is your tip of the day. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഡൗൺ ഹിൽ ഏരിയയിൽ കൺട്രോൾ സ്പീഡിന് ട്രക്ക് നിർത്തുന്നതിന് വേണ്ടി അമിതമായി പെഡൽ ബ്രേക്ക് അല്ലെങ്കിൽ സർവീസ് ബ്രേക്ക് ഉപയോഗിക്കാതെ എൻജിൻ ബ്രേക്ക് ഉപയോഗിച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഡൗൺ ഹില്ലിൽ നമ്മുടെ ട്രക്കിൻ്റെയും ലോഡിൻ്റെയും വെയിറ്റ് കൊണ്ടും ഗ്രാവിറ്റി ഫോഴ്സ് കൊണ്ടും നമ്മുടെ ആക്സിലേറ്റർ പെഡൽ കൊടുക്കാതെ തന്നെ ട്രക്കിൻ്റെ സ്പീഡ് അമിതമായി പോകും. ആ സമയത്ത് നമ്മൾ സർവീസ് ബ്രേക്ക് അമിതമായി ഉപയോഗിച്ച് നമ്മൾ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ ബ്രേക്ക് ലൈനറും ബ്രേക്ക് ഡ്രമ്മും അമിതമായി ചൂടാകുകയും ലൈനറും ഡ്രമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയും നമുക്ക് ബ്രേക്ക് കിട്ടാതെ വരികയും ചെയ്യും. അതുകൂടാതെ അമിതമായ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ബ്രേക്ക് ഫയർ ആകാനും അതിനെ തുടർന്ന് ടയറും ട്രെയിലറും തീ പിടിച്ച് പോകാനും ഉള്ള സാധ്യതയുണ്ട്. വലിയ വലിയ ഡൗൺ ഹില്ല് ഉള്ള റൂട്ടുകളിലെല്ലാം തന്നെ ഈ ഡൗൺ ഹിൽ ഇറങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ട്രക്ക് അതിൻ്റെ ബ്രേക്ക് എല്ലാം സേഫ് ആണെന്ന് നമുക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ബ്രേക്ക് ചെക്ക് പോയിന്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ബ്രേക്ക് ചെക്ക് പോയിന്റുകളിൽ നിർത്തി ട്രക്കിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ട്രക്ക് മെക്കാനിക്കലി എല്ലാ കാര്യങ്ങളും ഫിറ്റാണെന്ന് ഒന്ന് സർക്കിൾ ചെക്കപ്പ് ചെയ്ത് ഉറപ്പാക്കണം. ഏതെങ്കിലും എയർ ലീക്ക് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അമിതമായിട്ട് ബ്രേക്ക് ഡ്രമ്മ് വാമാണോ, അതുപോലെ തന്നെ ഈ പുഷ് റോഡെല്ലാം ട്രാവൽ ചെയ്യുന്നത് സേഫായിട്ടുള്ള ഡിസ്റ്റൻസിൽ തന്നെയാണോ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ബ്രേക്കിന് അമിതമായിട്ട് ടെമ്പറേച്ചർ അപ്പോഴും തന്നെ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തണുക്കുന്നതിന് വേണ്ടി കുറച്ച് സമയം അവിടെ നിർത്തിയിടുന്നത് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ഹില്ല് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുമ്പോഴേക്ക് ടെമ്പറേച്ചർ വേഗത്തിൽ കയറിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ നിർത്തി ഒരു 15 മിനിറ്റ് എങ്കിലും എന്തായാലും ബ്രേക്ക് ചെക്ക് പോയിന്റിൽ എപ്പോഴും നിർത്തുന്നത് വളരെ നല്ലതാണ്. ഡൗൺ ഹില്ലുകൾ എത്തുന്നതിന് മുന്നേ തന്നെ കൃത്യമായിട്ടുള്ള വാർണിംഗ് സൈനുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇത്ര കിലോമീറ്റർ ഡൗൺ ഹില്ലുണ്ടെന്നും അതിൻ്റെ പെർസെൻറ്റേജ് ഇത്രയാണെന്ന് എഴുതിയേക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 10 കിലോമീറ്റർ 6% എന്നാണ് എഴുതിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ടോട്ടൽ ഡൗൺ ഹില്ലിൻ്റെ 10 കിലോമീറ്റർ ആണ് ടോട്ടൽ ഏരിയ. എവരി കിലോമീറ്റർ 60 മീറ്റർ താഴേക്ക് പോകുമെന്നാണ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അത് ഈ കിലോമീറ്റർ എഴുതിയിട്ടുണ്ടാവില്ല, പെർസെൻറ്റേജ് മാത്രമേ എഴുതിയിട്ടുണ്ടാവൂ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് കൂടിയും കുറഞ്ഞും വരും. കൃത്യമായിട്ട് ഇത്ര കിലോമീറ്ററിൽ ഇത്ര ഡൗൺ ഹില്ല് പോകും എന്നായിരിക്കില്ല അത് ഉദ്ദേശിക്കുന്നത്. എല്ലാ വാർണിംഗ് സൈനുകളും കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും അത് പാലിക്കുകയും ചെയ്യണം. പ്രധാനമായിട്ട് ഡൗൺ ഹില്ലിൽ നമ്മളുടെ പോസ്റ്റഡ് സ്പീഡ് എല്ലാ സമയത്തും അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നേക്കാൾ കുറച്ചുകൂടി സ്പീഡ് കുറച്ച് പോകാനായിട്ട് ശ്രമിക്കണം. അതായിരിക്കും വളരെ സേഫ്. എൻജിൻ ബ്രേക്കിൻ്റെ കൺട്രോളിൽ ഓട്ടോ, അതുകൂടാതെ 1, 2, 3 എന്ന 3 പൊസിഷനും ചില ബ്രാൻഡുകളിൽ 4മതൊരു പൊസിഷനും കാണും. ഒന്നാമത്തെ പൊസിഷനേക്കാൾ കൂടുതൽ ബ്രേക്കിംഗ് പവർ കൂടുതലായിരിക്കും രണ്ടാമത്തത്, അതിനേക്കാൾ കൂടുതൽ ബ്രേക്കിംഗ് പവർ കൂടുതലായിരിക്കും മൂന്നാമത്തത്. 4മത്തെ പൊസിഷൻ എന്ന് പറയുന്നത് മാക്സിമം പവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ചില ബ്രാൻഡുകളിലാണ് ആ 4 പൊസിഷൻ ഉള്ളത്. ഇതിൽ ഞാൻ കാണിക്കുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ തന്നെ പല ഡിഫറെൻറ്റ് സൈസ് ഡൗൺ ഹില്ലുകൾ, പല ഡിഫറെൻറ്റ് ഗ്രേഡ് ഡൗൺ ഹില്ലുകളിൽ പല ദിവസങ്ങളിലായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോഴേക്ക് എടുത്ത വീഡിയോസാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോ ഞാൻ ഡൗൺ ഹില്ല് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറയുന്നത് നിയർ 100 കിലോമീറ്റർ സ്പീഡാണ്. 1500-നേക്കാൾ താഴെ RPM ആണ്. ഞാൻ ബ്രേക്കോ ആക്സിലേറ്ററോ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ 100 കിലോമീറ്റർ സ്പീഡിൽ എത്തിയിട്ടുണ്ട്. ബ്രേക്കോ ആക്സിലേറ്റർ ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ഇതിൻ്റെ എൻജിൻ ബ്രേക്കിൻ്റെ കൺട്രോളിൽ തന്നെയാണ് പോകുന്നത്. പൊസിഷൻ 2 ആണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി ഈ ഹില്ല് വീണ്ടും കൂടുതൽ ഡീപ്പ് ഹില്ലാകുന്ന സമയത്ത് ഞാൻ പൊസിഷൻ 3 ആക്കും. 3 ആക്കുന്ന സമയത്ത് സെയിം സ്പീഡും തന്നെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. കുറച്ചുകൂടി RPM മുന്നിലേക്ക് വരും. RPM അമിതമായി ഒരു കാരണവശാലും പോകാൻ അനുവദിക്കാൻ പാടില്ല. അത് ട്രക്കിന് നല്ലതല്ല. അങ്ങനെ RPM അമിതമായി പോവുകയാണ്. നമ്മളെ 3മത്തെ പൊസിഷൻ എൻജിൻ ബ്രേക്ക് ഇട്ടാലും സ്പീഡ് കൺട്രോൾ സ്പീഡിനേക്കാൾ മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് സർവീസ് ബ്രേക്ക് ഉപയോഗിക്കാം. ആ സമയത്ത് സർവീസ് ബ്രേക്ക് കൂടുതൽ സമയം ചവിട്ടി പിടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. സർവീസ് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ അങ്ങ് പ്രസ് ചെയ്യുക. 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു 3-4 സെക്കൻഡ് മാത്രം ആയിരിക്കണം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. നല്ല ഹാർഡായിട്ട് അപ്ലൈ ചെയ്ത് സ്പീഡിനെ കുറയ്ക്കുക. സ്പീഡ് കുറഞ്ഞു വരുന്ന സമയത്ത് ആ സർവീസ് ബ്രേക്ക് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് മാറ്റണം. അപ്പോഴേക്ക് കുറഞ്ഞ സ്പീഡ് ആകുമ്പോഴേക്ക് വീണ്ടും നമ്മുടെ എൻജിൻ ബ്രേക്ക് തന്നെ ട്രക്കിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് വീണ്ടും ഡൗൺ ഹില്ലിൽ സ്പീഡ് കൂടുന്ന സമയത്ത് അപ്പോഴേ മാത്രം സർവീസ് ബ്രേക്ക് ഉപയോഗിക്കുക. അല്ലാതെ ബ്രേക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി സർവീസ് ബ്രേക്ക് കഴിയുന്നത്ര യൂസ് ചെയ്യാതിരിക്കുക.
ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ട്രക്ക് ഇപ്പോഴ് 120 കിലോമീറ്റർ സ്പീഡിനാണ് പോകുന്നത്. RPM 1500-നും 2000-നും ഇടയിലാണ് RPM ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും ഇത്ര സ്പീഡിന് പോകുന്നത് ഈ ട്രക്കിൻ്റെ വെയിറ്റ് കൊണ്ടും ഇറക്കത്തിൻ്റെ സ്റ്റീപ്നെസ് കൂടുതലുള്ളത് കൊണ്ടും നമ്മുടെ ട്രക്ക് 105 സ്പീഡിൽ ലിമിറ്റ് ചെയ്തിട്ടും ട്രക്ക് 105-നേക്കാൾ കൂടുതൽ സ്പീഡിന് പോകുന്നു. ഞാൻ ഈ 120 തന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടുത്തെ പോസ്റ്റഡ് സ്പീഡ് 120 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ കാരണം ഇത് ഡൗൺ ഹിൽ ആണെങ്കിലും സ്ട്രെയിറ്റ് റോഡാണ്, ഇവിടെ ഒരു ടേണിങ്ങും ഇല്ല. അപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന സ്പീഡ് തന്നെയാണ് ഈ 120. ഇതിനേക്കാൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ ആ പൊസിഷൻ നമ്പർ 3-ലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്ക് ട്രക്കിൻ്റെ വേഗത വീണ്ടും കുറയുന്നതാണ്. അടുത്ത ഒരു ടേണിങ് വരുന്ന സമയത്ത് ഞാൻ സർവീസ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വീണ്ടും സ്പീഡ് കൺട്രോൾ സ്പീഡിലേക്ക് കൊണ്ടുവരുന്നതാണ്. സർവീസ് ബ്രേക്ക് ആകെ 3 or 4 സെക്കൻഡ് മാത്രം അപ്ലൈ ചെയ്ത് സ്പീഡ് കുറച്ചതിന് ശേഷം അതിനുശേഷം എൻജിൻ ബ്രേക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഡൗൺ ഹില്ല് 7 കിലോമീറ്റർ 6% ഗ്രേഡാണ്. ഇവിടെ 80 കിലോമീറ്റർ മാത്രമാണ് സ്പീഡ്, പോസ്റ്റഡ് സ്പീഡ്. അതുകൊണ്ട് ഞാൻ 80 കിലോമീറ്റർ സ്പീഡിന് നിർത്തുകയും RPM 1500-ൽ നിർത്തിയിരിക്കുകയാണ്. എൻജിൻ ബ്രേക്ക് പൊസിഷൻ 2 ആണ്. അതുപോലെ ബ്രേക്ക് പെഡൽ അപ്ലൈ ചെയ്യുന്നില്ല. മുന്നോട്ട് പോകുന്ന സ്ഥലത്ത് റോഡിൻ്റെ ഒരു സൈഡ് ലൈൻ കുറവാണെന്ന് ഒരു വാർണിംഗ് സൈൻ ഉണ്ടായിരുന്നു, അത് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ 80 കിലോമീറ്റർ സ്പീഡിന് തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ, പെഡൽ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ, ആക്സിലേറ്റർ പെഡൽ കൊടുക്കാതെ ഞാൻ സ്പീഡ് 80 തന്നെ നിർത്തി പോവുകയാണ്. 70-യുടെ അടുത്തേക്ക് എത്തുന്നു. ബ്രേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. എൻജിൻ ബ്രേക്കിന്റെ പൊസിഷൻ ഒന്നുകൂടി 3-ലേക്ക് മാറ്റുന്നു. സ്പീഡ് നേരെ 70 കിലോമീറ്റർ സ്പീഡിലേക്ക് ആകുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ 70 കിലോമീറ്റർ സ്പീഡിന്റെ പോസ്റ്റർ ഏരിയയിലെത്തി. അധികം പെഡൽ ബ്രേക്ക്, സർവീസ് ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെയാണ് ഇത്രയും ദൂരം ഈ പോസ്റ്റർ സ്പീഡിൽ ഞാൻ എൻജിൻ ബ്രേക്ക് കൺട്രോൾ ചെയ്ത് വന്നത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഇപ്പോഴും കാണുന്ന ഈ വീഡിയോയിൽ 8% ഗ്രേഡാണ്, ഡൗൺ ഗ്രേഡാണ് ഈ സ്ഥലത്തുള്ളത്. 90 കിലോമീറ്റർ സ്പീഡാണ് പോസ്റ്റഡ് സ്പീഡ് കാണിച്ചിരിക്കുന്നത്. ഞാൻ പൊസിഷൻ 3-ലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ബ്രേക്കും ക്ലച്ചും അപ്ലൈ ചെയ്യുന്നില്ല. എൻ്റെ സ്പീഡ് 90 കിലോമീറ്ററിന് താഴെയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പൊസിഷൻ 3 ആണ് ഞാൻ വെച്ചേക്കുന്നത്. എയർ ബ്രേക്ക് എൻജിൻ ബ്രേക്കിൻ്റെ പൊസിഷൻ 3 ആണ് വെച്ചേക്കുന്നത്. ഞാൻ ബ്രേക്കും ക്ലച്ചും അപ്ലൈ ചെയ്യാതെ തന്നെ ഈ 7 ഗ്രേഡ് ഉള്ള ഈ സ്ഥലത്ത് ഈ ഡൗൺ ഹില്ലിൻ്റെ അവസാനം വരെ ഞാൻ പോകാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോഴും കാണുന്ന വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് റൺ അവേ ലൈനാണ്. റൺ അവേ ലൈൻ നമ്മുടെ ഇറക്കം ഇറങ്ങി പോകുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ വലിയ ഷാർപ്പ് ടേണിങ്ങിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ സ്ഥലം എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് റോഡിൽ നിന്ന് പുറത്തേക്ക് കയറ്റി ട്രക്ക് നിർത്താനായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് റൺ അവേ ലൈൻ. അതിന് ഇതുപോലെ 1000 മീറ്റർ 500 മീറ്റർ എന്നുള്ള പറയുന്ന കൗണ്ട് ഡൗൺ സ്ഥലങ്ങളുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ തന്നെ എൻജിൻ ബ്രേക്കും നമ്മളെ സർവീസ് ബ്രേക്കും ഒക്കെ മാറി മാറി കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ റണ്ണവേയിൽ ഇറക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം റണ്ണവേയിൽ ഇറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് രണ്ടാമത് എടുത്ത് മാറ്റുന്നത് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തതായി ഞാൻ കാണിക്കുന്ന ഈ വീഡിയോയിൽ രാത്രി സമയത്ത് ക്രോസ് വിൻഡ്, ബ്ലോയിങ് സ്നോ ഉണ്ട്, ഡൗൺ ഹില്ലാണ് എന്നുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് മുന്നേ പോകുന്ന ട്രക്കുമായിട്ട് മാക്സിമം ഡിസ്റ്റൻസ് ഇടാൻ നോക്കുക. അതുകൂടാതെ നമ്മൾ സ്ലോയിലാണ് പോകുന്നതെന്നുള്ളത് കൊണ്ട് നമ്മൾ 4-വേ ഫ്ലാഷർ ആ കണ്ടീഷൻ നേരെ ആകുന്നവരെയുള്ള മുഴുവൻ സ്ഥലവും 4-വേ ഫ്ലാഷർ ഉപയോഗിക്കേണ്ടതാണ്. ഞാൻ ഇപ്പോഴും കാണിക്കുന്നത് സ്നോ ക്ലീൻ ചെയ്യാത്ത റോഡാണ്. ഇതുപോലെ ഇത്രയും സ്നോ ഉള്ള റോഡിൽ എൻജിൻ ബ്രേക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. എന്നാലും നിങ്ങൾ വളരെ കുറഞ്ഞ സ്പീഡിനാണ് പോകുന്നതെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പൊസിഷൻ നമ്പർ ഉപയോഗിക്കാം. അത് സ്ലിപ്പറി ഇല്ല, വെറും പൗഡർ ഫ്രഷ് സ്നോ ആണെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം വേഗത കുറച്ച് മാനുവൽ ഗിയർ ആണെങ്കിൽ നിങ്ങൾ ലോ ഗിയറുകളിൽ പോവുക. അതല്ല ഓട്ടോമാറ്റിക് ട്രക്ക് ആണെങ്കിൽ പോലും ആ സമയത്ത് മാനുവൽ പൊസിഷൻ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. അതുകൊണ്ട് ഈ എൻജിൻ ബ്രേക്ക് വലിയ സ്ലിപ്പറി കണ്ടീഷനിൽ ഒരുപാട് സ്നോയുടെ പുറത്ത് ഓടിച്ചു കഴിഞ്ഞാൽ എൻജിൻ ബ്രേക്ക് നമ്മുടെ ട്രക്കിന് മാത്രമാണ് ബ്രേക്കിംഗ് പവർ കിട്ടുന്നത്, ട്രെയിലറിന് കിട്ടാത്തതുകൊണ്ട് ട്രെയിലർ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എൻജിൻ ബ്രേക്ക് ഇതുപോലെയുള്ള സിറ്റുവേഷനിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും സമയം ഈ വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഡിഫറൻറ്റ് സൈസ് ഡൗൺ ഹില്ലുകൾ 6%, 7%, 10%, 6 കിലോമീറ്റർ, 9 കിലോമീറ്റർ അതുപോലെയുള്ള ഡിഫറൻറ്റ് സൈസ് ഡൗൺ ഹില്ലുകളെല്ലാം തന്നെ ട്രക്കിനെ കൺട്രോൾ സ്പീഡിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ എൻജിൻ ബ്രേക്ക് മാത്രമാണ് ഉപയോഗിച്ചത്. വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമാണ് സർവീസ് ബ്രേക്ക്, പെഡൽ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. പെഡൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഏതാനും സെക്കൻഡുകൾ മാത്രം
മാത്രം പെഡൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്പീഡ് കുറച്ചതിന് ശേഷം പിന്നെയും എൻജിൻ ബ്രേക്കിൻ്റെ സഹായത്തോടെ തന്നെയാണ് ഡൗൺ ഹിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സുരക്ഷിതമായി ഡൗൺ ഹില്ലിൽ ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പേരും എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കുന്ന ഒരു ശീലമാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.